ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോയുമായിട്ടല്ല വന്നിരിക്കുന്നത്. കുറേ മാസങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവുകയാണ്. ലോക്ക്ഡൗണൊക്കെ ആയ ശേഷം അധികമൊന്നും അങ്ങനെ പുറത്തേക്കൊന്നും പോവില്ലായിരുന്നു. ഞങ്ങളുടെ കുറച്ച് പേഴ്സണൽ വർക്കൊക്കെ പെൻഡിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഏതായാലും ഇന്നത്തെ യാത്രയിൽ ഞാനൊരു ചെറിയ വ്ളോഗ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നരിമൻ പോയിൻറ്റ്, കൊലാബ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ഛത്രപതി ശിവാജി ടെർമിനസ്, മറൈൻ ഡ്രൈവ്, ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ലോങ് ഡ്രൈവ് തന്നെ ചെയ്തിട്ട് ഇപ്പോൾ കുറേ മാസങ്ങളായി. അതുമാത്രമല്ല, ഇപ്പോൾ ഈ ലോക്ക്ഡൗണും ഈ കൊറോണയും ഒക്കെ ആയത് കാരണം റെസ്റ്റോറൻറ്റുകളിലൊന്നും അങ്ങനെ പോയിട്ട് തന്നെ മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ മുംബൈയിൽ റെസ്റ്റോറൻറ്റിലൊക്കെ ഡൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വെളിയിൽ നിന്ന് കഴിക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. എല്ലാ വർഷവും വെക്കേഷൻ നാട്ടിൽ വരുമ്പോൾ മുംബൈയിൽ വളരെ കുറച്ച് ദിവസമേ നിൽക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് വളരെ തിരക്ക് പിടിച്ച ഒരു 2-3 ആഴ്ചയായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് മുംബൈയിൽ ഇത്രയധികം ദിവസം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയത്. നമ്മളിനി പോകുന്നത് മറൈൻ ഡ്രൈവിലേക്കാണ്. ഈ ഒരു ഭാഗത്തുകൂടി ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമാണ്. ഒരു സൈഡിൽ കടൽ, അങ്ങനെ നല്ല വിശാലമായ റോഡ്. അപ്പോൾ ഞങ്ങൾ എപ്പോൾ ഇവിടെ വന്നാലും ഈ ഒരു ഡ്രൈവ് ഞങ്ങൾ മിസ് ചെയ്യാറില്ല. യാത്രകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷേ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ ആയത് കാരണം ഒരിടത്തും പോകാതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. മാസങ്ങൾക്ക് ശേഷം ഒന്ന് പുറത്തിറങ്ങുന്നതല്ലേ. ഇത് വഴിയോര കച്ചവട സ്ഥലമാണ്. ഈ ഒരു സ്ട്രീറ്റ് മുഴുവനും ഇതുപോലെ ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ചെറിയ കടകൾ കാണാം. ഈ ഒരു ഭാഗത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ, എന്ത് മനോഹരമായിട്ടാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഛത്രപതി ശിവാജി ടെർമിനസ് ആണ്. ഇത് നേരത്തെ അറിയപ്പെട്ടിരുന്നത് വിക്ടോറിയ ടെർമിനസ് അല്ലെങ്കിൽ VT എന്നാണ്. ഈ ഒരു ടെർമിനസ് ഡിസൈൻ ചെയ്തത് ബ്രിട്ടീഷ് ബോൺ ആർക്കിടെക്ചറൽ എഞ്ചിനീയറായ ഫ്രെഡറിക് വില്യമാണ്. ഇതൊരു ഇറ്റാലിയൻ ഗോത്തിക് സ്റ്റൈലിലാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. 1878 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. 1887 ഇത് കംപ്ലീറ്റ് ആവുന്നത്. 1996 ഇതിൻ്റെ പേര് ഛത്രപതി ശിവാജി ടെർമിനസ് എന്ന് മാറ്റിയത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ഈ ഒരു ഭാഗത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ലൊരു ഗോത്തിക് സ്റ്റൈലിലാണിത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനായിട്ടാണ്. ഇതാണ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഞാനിത് കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോയിട്ട് ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള താജ് ഹോട്ടൽ. ഇതിൻ്റെ സൈഡിലൂടെ പോയിട്ടാണ് ഞാൻ ഇതിൻ്റെ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം.
എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണല്ലേ. അപ്പോൾ നിങ്ങൾ മുംബൈയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ താജ് ഹോട്ടൽ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണിത്. ഇപ്പോൾ ഉച്ചയ്ക്ക് 2:45 ആയിട്ടുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മോന് വേണ്ടിയിട്ട് ഗാർലിക് നാനും പനീർ ടിക്ക മസാലയുമാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും താലിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. മിനി താലിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്ത് തീർക്കാനായിട്ട്. മിനി താലിയിൽ ആദ്യം അവർ പൂരി അല്ലെങ്കിൽ റൊട്ടി നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പൂരിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പൂരി കഴിച്ച ശേഷം കുറച്ച് റൈസ് കൂടി സെർവ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ നല്ല ചൂടാണ് ഇപ്പോൾ മുംബൈയിൽ. ഇതിൻ്റെ കൂടെ സംഭാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭാരം കുടിക്കുമ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. ഇപ്പോഴത്തെ ഈ ചൂടിനൊക്കെ നല്ലതാണ് ഈ സംഭാരം. അപ്പോൾ ഞങ്ങൾ ഇനി ഒന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി വർക്ക് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. താങ്ക്